നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. സ്നേഹം ചിലപ്പോൾ വേദന സമ്മാനിക്കും. നഷ്ടപ്പെടലിന്റെ വേദന ദുസ്സഹം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും പ്രണയം തുടർന്നാലോ? ഒരാൾ സ്നേഹിക്കുക, അതൊരു ഉന്മാദ അവസ്ഥയിലെത്തുക, മറ്റേയാളത് അറിയാതിരിക്കുക, എന്താ അല്ലേ? തിരുവനന്തപുരം എന്ന രാജനഗരിയിൽ നടന്നതാണിത്. തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന രാജാവ് ശ്രീ ചിത്തിര തിരുനാളിനെ പ്രണയിച്ച ചെല്ലമ്മ എന്ന സ്കൂൾ അധ്യാപികയുടെ ഒരു അസാധാരണ പ്രണയകഥ. 1924 ശ്രീമൂലം തിരുനാൾ നാടുനീങ്ങി 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ശ്രീ ചിത്തിര ഭരണമേറ്റെടുത്തു. അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതുലക്ഷ്മിബായി റീജന്റായി ഭരിച്ചു. 1931 ശ്രീ ചിത്തിര തിരുനാൾ അധികാരമേറ്റെടുത്തു. 1956 നവംബർ 1 തലേനാൾ വരെ രാജാവായും തിരുക്കൊച്ചി രാജപ്രമുഖനായും അദ്ദേഹം ഭരണത്തിൽ തുടർന്നു. ചെല്ലമ്മ അതീവ സുന്ദരിയായിരുന്നു. സംഗീത നൃത്താദികളിൽ നിപുണയും. ഏകദേശം 5 പതിറ്റാണ്ട് മുൻപ് കോട്ടയ്ക്കകത്തെ വടക്കേ നടയിലെ പെൺകുട്ടികൾക്കായുള്ള നൃത്ത സ്കൂളിലെ അധ്യാപികയായിരുന്നു അവർ. ഒരു ദിവസം സ്കൂളിന് മുന്നിലൂടെ ശംഖുമുദ്ര വെച്ച കാറിൽ സുന്ദരനായ രാജകുമാരൻ കടന്നു പോകുന്നത് കാണാനിടയായി. ആദ്യ ദർശനത്തിൽ തന്നെ അവൾക്ക് രാജാവിൽ പ്രണയമുദിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന ഒരവസരവും ചെല്ലമ്മ പാഴാക്കില്ല. അങ്ങനെയിരിക്കെയാണ് വഴിത്തിരിവായ ഒരു സംഭവം നടക്കുന്നത്. സ്കൂളിൽ സംഘടിപ്പിച്ച പ്രധാന ആഘോഷത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ സഹപ്രവർത്തകയായ ഭാനുമതി ടീച്ചർ ചെല്ലമ്മയെ ക്ഷണിക്കുന്നു. ആദ്യം അവൾ നിരസിച്ചെങ്കിലും മുഖ്യ അതിഥി രാജാവാണെന്നറിഞ്ഞതിനാൽ അഭിനയിക്കാൻ തയ്യാറാകുന്നു. നാടകത്തിന് ശേഷം അഭിനയിച്ചവർക്കെല്ലാം രാജാവ് തിരുവിതാംകൂറിന്റെ പരമ്പരാഗത വസ്ത്രമായ പുടവ കൊടുത്ത് അഭിനന്ദിച്ചു. പക്ഷേ ചെല്ലമ്മയുടെ മനസ്സിലിത് ശരിയായ പുടവ കൊടുക്കലായി മാറി. സ്കിസോഫീനിയയുടെ അവസ്ഥയിലായിരുന്നു ചെല്ലമ്മ. രാജാവ് തന്നെ കല്യാണം കഴിച്ചതായി മനസ്സിൽ സങ്കല്പിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ എന്നും അണിഞ്ഞൊരുങ്ങി ചെല്ലമ്മ ഒരു തമ്പുരാട്ടിയായി മാറുന്നു. വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയുടെ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി. അവരൊരു മുഴുഭ്രാന്തിന്റെ ഉന്മാദ അവസ്ഥയിലെത്തി. ചെല്ലമ്മയെ സ്വദേശമായ നാഗർകോവിലിലേക്ക് കൊണ്ടുപോയി. വീട്ടുകാർ ഒരു വിവാഹം കഴിപ്പിച്ചെങ്കിലും അത് പരാജയമായി. അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയെ കൈയൊഴിഞ്ഞു. അങ്ങനെ തന്റെ രാജാവിനെ കാണാനായി തിരുവനന്തപുരത്തേക്ക് അവൾ തിരിച്ചെത്തി. എങ്ങോട്ടും പോകാതവൾ തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളിൽ കഴിഞ്ഞു. ഒരു നാൾ തന്റെ പ്രണയം സഫലമാകുമെന്ന പ്രതീക്ഷയിൽ വാർദ്ധക്യം വരെ ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി നടന്നു. ഒരു ദിനം തന്റെ പ്രണയം സഫലമാകുമെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടാകാം. രാജാവിനെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ കാവൽക്കാർ അവരെ ആട്ടിയകറ്റി. അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാതെ രാജാവ് കടന്നു വരുന്ന വീഥികളിൽ കാത്തുനിൽപ്പായി. ആ കാഴ്ച തിരുവനന്തപുരത്തെ പഴയ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാകും. ആകർഷകമായ പട്ടുസാരിയും വില കൂടിയ ആഭരണങ്ങളും ധരിച്ച് ആളുകൾ സുന്ദരി ചെല്ലമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. ആരെ കണ്ടാലും രാജാവിന്റെ ഭാര്യ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഓരോ ദിവസവും അവരുടെ മാനസികാരോഗ്യം തകരാറിലായിക്കൊണ്ടിരുന്നു. കുട്ടികളും കൗമാരക്കാരും അവരെ കളിയാക്കി. മറ്റുള്ളവർ സഹതാപത്തോടെയും നോക്കി. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ചെല്ലമ്മ വൃദ്ധയായി. അപ്പോഴും അവരുടെ മനസ്സിലെ പ്രണയം കെട്ടടങ്ങിയില്ല. കാവൽക്കാർ അവരെ ആട്ടി ഓടിച്ചു. സഹതാപം പൂണ്ട മറ്റുള്ളവർ അവർക്ക് ഭക്ഷണവും പുതുവസ്ത്രങ്ങളും നൽകിയിരുന്നു. 20കളുടെ അവസാനം മുതൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് പരിചിത മുഖമായിരുന്നവർ. ഒരു ദിവസം വടക്കേ നടയിൽ നമസ്കരിച്ച പോലെ അവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഭക്തജനങ്ങൾ കാണാനിടയായി. എന്നാൽ അതവരുടെ പത്മനാഭസ്വാമിക്കായുള്ള അവസാനത്തെ നമസ്കാരമായിരിക്കുമെന്ന് ആരും കരുതിയില്ല. അങ്ങനെ ആളും ആരവവുമില്ലാതെ ആ തമ്പുരാട്ടി യാത്രയായി. തൈക്കാട് ശാന്തി കവാടത്തിൽ ഓർമ്മയായി. ഒരു സംശയം ഇനിയും ബാക്കിയാവുകയാണ്. രാജാവ് അറിഞ്ഞ പ്രണയമാണോ ഇത്? അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചതാണോ? രാജാവിനെ പ്രണയിച്ച ആ കാമുകിയുടെ സുന്ദരി ചെല്ലമ്മയുടെ കഥ ഒരിക്കൽ നടനും എഴുത്തുകാരനുമായിരുന്ന നരേന്ദ്രപ്രസാദ് നാടകമാക്കിയിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്.
ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.